ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് മൂന്നാറിലെ സെക്കൻഡ് ഡേ ആണ്. നമ്മളിന്ന് ഇതാ രാവിലെ ഇറങ്ങി 8 മണിക്ക് ഇറങ്ങി വട്ടവട പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അന്നപൂർണ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. മോള് ഫുഡൊക്കെ കഴിച്ചപ്പോൾ രാവിലെ എണീറ്റതാണ്. അങ്ങനെ ഉറക്കം വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? പറഞ്ഞേ. വട്ടവട. പൂവ് കണ്ടോ? നമ്മള് പൂവ് കണ്ടോ? കണ്ടോടാ? കണ്ടോടാ പൂവ്? നീ ഒരു ഹായ് പറഞ്ഞേ. വീഡിയോ നോക്കി ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അവനോട് അപ്പോ പൂ ഷൂസ് ഒക്കെ ഊരിയോ? തണുക്കൂലേ നേഹു? ഷൂസ് ഊരിയോ? മഞ്ഞില്ലെന്നേ ഉള്ളു കേട്ടോ. ഭയങ്കര നീ അപ്പേരെ പൊന്നല്ലേടാ. നോർമലി എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ഈ വട്ടവട റൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ഡാം, വ്യൂ പോയിന്റുകൾ എല്ലാം അങ്ങോട്ട് പോകുന്ന ഒറ്റ റൂട്ട് തന്നെയാണ് വരുന്നത്. ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്, 1.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോർമലി എല്ലാവരും പോകുന്ന വഴിക്കെല്ലാം കണ്ടാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ വന്നപ്പോഴും ചെയ്ത അതേ ഐഡിയ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. നമ്മൾ നേരെ വട്ടവടയാണ് പോകുന്നത്. വട്ടവട പോയിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ട്രാഫിക് ഒഴിവായി കിട്ടും, തിരക്കത്തി കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. നമ്മൾ ഇവിടെ നിന്ന് കയറി പോകാൻ നിന്നാൽ വട്ടവടയൊക്കെ എത്തിക്കുമ്പോൾ ലേറ്റ് ആവും. പിന്നെ തിരിച്ചു വരുമ്പോഴും നല്ല ട്രാഫിക് ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയും 39 കിലോമീറ്റർ കാണിക്കുന്നത്, 1.25 മണിക്കൂറാണ് കാണിക്കുന്നത്. തുറന്നു കുതിര. കുതിര കുതിര. മോളും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ട്രെക്കിങ്ങിനൊന്നും പോകുന്നില്ല. ബാക്കിയുള്ള സൈറ്റ് സീയിങ് ഒക്കെ തന്നെയാണ് ഉള്ളത്. അടിപൊളിയായിട്ടുണ്ടല്ലോ. പണ്ടത്തെ കമ്പ്യൂട്ടറിലൊക്കെ വാൾപേപ്പർ ഒരു ഗ്രീൻ കളറ് ഇതുപോലുള്ള ഒരു വാൾപേപ്പർ പണ്ടത്തെ, അത് ഞങ്ങൾക്ക് കുഞ്ഞിലുള്ള സമയത്തുള്ള സ്കൂളല്ലേ. ഇവിടെ കോട ഇപ്പൊ ഈ സമയത്ത് കുറവാണ്. ഇന്നത്തെ വെയിലുണ്ട്, പക്ഷെ തണുപ്പാണ്. ഏകദേശം 18 ഡിഗ്രിയാണ് തണുപ്പ്. നമ്മുടെ വണ്ടിയിലും 18 ഡിഗ്രിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടെമ്പറേച്ചർ. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വണ്ടി നമുക്ക് ഓക്കെയാണ്. വണ്ടി നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൈ റേഞ്ച് ഓടുമ്പോൾ പോലും ഏകദേശം 20 അടുപ്പിച്ച് മൈലേജ് കിട്ടുന്നുണ്ട്. ഇന്നലെ ഞാൻ ലോങ് ഓടി വന്നപ്പോൾ പോലും 20, 22 ആ റേഞ്ച് കിട്ടുന്നുണ്ട് മൈലേജിൻ്റെ കാര്യത്തിലും വണ്ടിക്ക് വേറെ പ്രശ്നമില്ല. യാത്രാസുഖം ഓക്കെയാണ്. സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. നമുക്ക് വേറെ പ്രശ്നമില്ല. അവൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കും. വേറെ ക്ഷീണോ കാര്യങ്ങളൊന്നും ഓക്കെ. ഇത്ര ഹൈ റേഞ്ചിൽ മോളെയും കൊണ്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ്. അവളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും അതൊന്നും അറിയില്ലായിരുന്നു. അവൾക്കെന്ന് പറഞ്ഞാൽ ഒരു ഷെഡ്യൂളുണ്ട്. ഉറങ്ങുന്നത്, എണീക്കുന്നത്, ഫുഡ് കഴിക്കുന്നത് എല്ലാം ഒരു ഷെഡ്യൂളാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ച് വന്നാൽ എങ്ങനെയാവും എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ നമ്മളുമായിട്ട് നല്ല കംഫർട്ടബിളായിട്ട് അഡ്ജസ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ രാവിലെ നമ്മൾ വെളുപ്പിന് 3 മണിക്കാണ് ഉറക്കം എണീറ്റ്. അവൾ നമ്മളെ കൂടെ എണീറ്റു. അത് കഴിഞ്ഞ് വണ്ടിയിൽ കയറി സീറ്റ് ഇരുത്തിയപ്പോൾ അവൾ പിന്നെ ഉറങ്ങി. മോള് കറക്റ്റ് എന്നെ പോലെയാ. ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കാറിൽ കയറി കഴിഞ്ഞാൽ അവൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്യും. പിന്നെ ഇപ്പോൾ കാർ സീറ്റും കൂടെ ഉള്ളതുകൊണ്ട് കംഫർട്ടബിളായിട്ട് ഉറങ്ങാനും കാര്യങ്ങളും എല്ലാം പറ്റും. അവൾക്ക് ഇങ്ങനെ കൂടുതലും അവൾക്ക് ഈ ഫോറസ്റ്റ് ഏരിയയിലോടാണ് താല്പര്യം. നമ്മൾ ബീച്ചിലൊക്കെ കൊണ്ടുപോയാലും അവൾ അത്ര എൻജോയ് ചെയ്യത്തില്ല. പക്ഷെ ഫോറസ്റ്റ് ആ ഒരു രീതി, പച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇലകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ
ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, എന്നെ പോലെയാണ് മോളെന്ന്. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല. ഒരു കിടക്കട്ട് ഒരെണ്ണം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നീ റെക്കോർഡ് ചെയ്ത് ഇടണം, കാരണം വണ്ടി കിടന്ന് ഉറങ്ങും ഗായ്സ്. ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി കിടന്ന് ഉറങ്ങും. പിന്നെ എങ്ങനെ ട്രാവൽ ചെയ്യും പറ? പിന്നെ ആളും ഓക്കെയാണ്, ട്രാവലിംഗ് ചെയ്യും. ഛർദില് കാര്യങ്ങളൊന്നും ഇതുവരെ അവള് ഛർദിലൊന്നുമില്ല, നോക്കൂല. ട്രാവൽ ചെയ്യുമ്പോൾ എത്ര ദൂരം ട്രാവൽ ചെയ്താലും എത്ര വളവും തിരിവും ഒക്കെ ആയാലും ഛർദിലില്ല. ഞങ്ങൾക്ക് 3 പേർക്ക് ആ ഒരു പ്രശ്നമില്ല. പിന്നെ ഇവർ രണ്ടുപേരും തണുപ്പിൽ അല്പം കൂടെ കംഫർട്ടബിൾ ആണ്. എനിക്ക് ഒരുപാട് തണുപ്പ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചൂടാണെങ്കിലും ഒരുപാട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു എല്ലാം ഒരു ആവറേജ് ചൂടും തണുപ്പും ഒക്കെയാണ് ഇഷ്ടം. പക്ഷെ ഇവർ അല്പം കൂടെ തണുപ്പ് എന്നെക്കാളും അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ചൂട് ഇഷ്ടമാണ്. അടിപൊളിയല്ലേ, നല്ല വ്യൂ അല്ലേ. ഇവിടെയൊക്കെ താമസിക്കുന്നവർ ഇതൊക്കെ കണ്ടു കണ്ട് മടുത്ത് കാണും അല്ലേ. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു 10 ദിവസം ചേർത്ത് ഇതുവഴി പോയി കഴിയുമ്പോൾ നമുക്കായാലും ആ ഒരു ഇത് വരും. ഞാൻ ഓൾറെഡി ഇത് 3ാമത്തെ പ്രാവശ്യമായി പോകുന്നത്, വന്നേക്കുന്നത് മൂന്നാറിൽ. ഇത് ഫാക്ടറിയാ, മറ്റേ ഏതൊരു ബ്രാൻഡിന്റെ ആണ്, അതിന്റെ പേര് ഞാൻ പറഞ്ഞത്. അല്ല ഇത് കണ്ണൻ ദേവൻ അല്ല, കണ്ണൻ ദേവനല്ലേ? കണ്ണൻ ദേവൻ റിപ്പിൾ ആണ്. കണ്ണൻ ദേവന്റെ സെയിം ലോഗോ ഈ ഒരു ഇതല്ലേ, പച്ചക്കളറല്ലേ കണ്ണൻ ദേവൻ? അറിയില്ല. ഇന്നലെ നമ്മൾ പോയ സ്ഥലത്ത് കണ്ണൻ ദേവൻ ഹിൽസ് എന്നൊക്കെ കണ്ടായിരുന്നു. ചെറിയ റോഡാണ്, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാട്ടുപ്പെട്ടി ഡാം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നില്ല, തിരിച്ചു വരുമ്പോഴേ ഇറങ്ങത്തുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ചെറിയൊരു ഡാമിന്റെ മുകളിൽ കൂടെ വണ്ടി ഓടിച്ച് പോവാം. പിന്നെ ബോട്ടിംഗ് ആണ് ഉള്ളത്. അപ്പം ഞൈക്കും ഉള്ളത് കൊണ്ട് ബോട്ടിങ് അങ്ങനെയുള്ള റിസ്ക് എടുത്തുള്ള പരിപാടികളൊന്നും നമ്മൾ പോകുന്നില്ല, ബോട്ടിങ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഡാമിലൊന്ന് ഇറങ്ങും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി തിരിച്ചു വരുമ്പോൾ ഇറങ്ങാം, അതായിരിക്കും ബെറ്റർ. ഇതാണ് ഡാം, പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്ര കാണാനേ ഉള്ളൂ. ഇപ്പോൾ ഡാം ക്ലോസ്ഡ് ആണ്, ഷട്ടർ ക്ലോസ്ഡ് ആണ്. കടകളെല്ലാം അടഞ്ഞു കിടക്കാം. നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. പല സ്ഥലങ്ങളിലെയും കടകൾ ഫുൾ അടവാണ്, തുറക്കുന്നേ ഇല്ല അവര്. കാരണം എനിക്ക് തോന്നുന്നു വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് ആള് കുറവായതുകൊണ്ടായിരിക്കാം തുറക്കാത്തത്. കുറവാണ് കമ്പാരിറ്റീവ്ലി, കടകളുടെ എണ്ണം ഇപ്പൊ കുറവാണ് ഓപ്പൺ ആവുന്നത്. വർക്കിംഗ് ഡേ കഴിയുമ്പോൾ ഇവർക്ക് ഈ അവധി ദിവസങ്ങളിലായിരിക്കും കൂടുതൽ കച്ചവടം വരുന്നത്. നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ മോളെ കെയർ ചെയ്യുന്നത് പോലെ അവളെ തിരിച്ച് നമ്മളെയും കെയർ ചെയ്യാറുണ്ട്. ഇപ്പം ഞാനാണ് മോളെ എടുത്തോണ്ട് പോകുന്നതെങ്കിൽ ഇക്ക വന്നിട്ടുണ്ടോ എന്ന് അവളെ നോക്കും, കൂടെ ഉണ്ടോ പോയോ എന്നൊക്കെ നോക്കാറുണ്ട്. ഇനി ഇക്കാനെ എടുത്തോണ്ട് പോകുന്നതെങ്കിൽ ഞാനുണ്ടോ എന്നൊക്കെ തിരിഞ്ഞിരിഞ്ഞ് നോക്കും, നോക്കിയിട്ട് വിളിക്കും, അമ്മ വാ വാ എന്നൊക്കെ ഒന്ന് വിളിക്കും. അല്ലേ, എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ തണുപ്പ് എനിക്ക് വലിയ പ്രശ്നമില്ല, പക്ഷെ ഇന്നലെ വൈകിട്ടൊക്കെ ആയപ്പോൾ ഭയങ്കര തണുപ്പ്, ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം നല്ല കോടയായിരുന്നു, ഇന്നിപ്പോ രാവിലെ നല്ല വെയിലുണ്ട്. വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു, അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു, റോഡ് പോലും വിസിബിൾ ആവാത്തത് മഞ്ഞും മഴയൊക്കെ ആയിപ്പോയി. ഇന്നലെ നമ്മൾ മറയൂർ വരെ പോയതാ, ഭയങ്കര മഴയായിരുന്നു ആ സമയത്ത്. ഇവിടെയാണ് ബോട്ടിങ്. ട്രിപ്പിന്റെ കോർഡിനേറ്റർ ഞാനാണ്, കാരണം ഇക്ക ഇപ്പോഴത്തെ ഡ്യൂട്ടിയെല്ലാം എന്നെയാണ് എത്തിച്ചിരിക്കുന്നത്. എവിടെ പോകണം, എപ്പോൾ പോകണം, എങ്ങനെ പോകണം, എവിടെ ഫുഡ് കഴിക്കണം, എപ്പോൾ ഫുഡ് കഴിക്കണം, എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പ്ലാൻ ചെയ്ത് വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു ബുക്കിലെല്ലാം എഴുതി റെഡിയാക്കി കൊണ്ടാണ് വന്നത്. ചക്കരമാവിൻ കുളിരാണ് ഇവിടുത്തെ മെയിൻ ഒരു ഇഷ്യൂ ഞാൻ കണ്ടത്, ഇവിടുത്തെ ജീപ്പുണ്ട്, ജീപ്പ് സവാരി. അപ്പോൾ അവര് ഭയങ്കര സ്പീഡിലായി വളമൊക്കെ വളഞ്ഞു വരുന്നത്. ഒരു സ്ഥിരം പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം, പക്ഷെ ആ ഒരു രീതിയിലാണ് അവർ വളഞ്ഞു വരുന്നത്. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ഹോണൊക്കെ അടിച്ച് നോക്കി പോയില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഒരു നല്ല സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇതുവഴി.
നമ്മൾ ഇത് ഇവിടെ എവിടെ കണ്ട വെച്ചല്ലേ വീഡിയോ എടുത്തത് പക്ഷെ അത് മരങ്ങളൊക്കെ കുറെ മുറിച്ചു മാറ്റി. 2 വർഷം കൊണ്ടുള്ള മാറ്റങ്ങളാണ് കഴിച്ചത്. 2 സൈഡിലും ഫുള്ള് മരങ്ങളായിരുന്നു. ഇപ്പോൾ മരങ്ങളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ട് കുറഞ്ഞു. കംപ്ലീറ്റ് മുറിച്ച് മാറ്റിയിട്ടുണ്ട് അവർ. ഇതൊക്കെ എത്ര കാലം കഴിയുമ്പോൾ മുറിച്ച് മാറ്റണമെന്നാണ് ഉള്ളത്. അതുകൊണ്ടായിരിക്കാം കംപ്ലീറ്റ്ലി മുറിച്ച് മാറ്റി. മറ്റേത് ഈ റോഡിന്റെ മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് മരങ്ങളായിരുന്നു, 2 സൈഡിൽ നിന്നുള്ള മരങ്ങളും. അപ്പം അത് കംപ്ലീറ്റ് കാണാനില്ല, കുറേ അങ്ങ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ഞാൻ ഈ സൺ റൂഫിലൊക്കെ കയറിയുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു വീഡിയോ ഇപ്പം എടുക്കും. സീനാണ് ഗൈസ്. സൺ റൂഫിൽ കയറിയെന്ന് പോകാനാണ് സുഖം. ാണ് ഗൈസ് എക്കോ പോയിന്റ് വരുന്നത്. എക്കോ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിവറുണ്ട്. റിവറിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ട് നമ്മൾ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എക്കോ ആയിട്ട് തിരിച്ച് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് എക്കോ പോയിന്റ് എന്ന് പേര് വന്നിരിക്കുന്നത്. ഓക്കെ, തേയില കണ്ടോ, ഇതെല്ലാം ചെറിയ തേയില, ചെറിയ തൈയാണ്. നമ്മൾ നേരിട്ട് കാണുന്ന പോലെ അല്ല അല്ലേ, വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ സ്ഥലവും ഒരുപോലെയൊക്കെ തോന്നും. ഞങ്ങളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒട്ടും തിരക്കില്ല. മുമ്പ് നമ്മൾ വന്നപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര വണ്ടികളും ഒരുപാട് ആൾക്കാരൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒട്ടും തിരക്കില്ല, ആരുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. 1-2 പേരൊക്കെ വന്നിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ആരുമില്ല. സ്നേഹിമോള് ടോപ്പ് സ്റ്റേഷനിലോട്ട് പോവാണ്. സ്നേഹു സ്നേഹു ചിരിക്കൂലേ? ഇവരൊക്കെ നമ്മൾ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തിരക്കായിരുന്നു. പക്ഷെ
നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. വട്ടവട പോയി തിരിച്ചു വന്നു. ഇനി അടുത്ത് കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ്.